എ രാജേന്ദ്രൻ എന്ന മനുഷ്യന്റെ യഥാർത്ഥ ജീവിതകഥ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് മലയാളികൾ കൂടുതൽ അറിയുന്നത്. തൃശൂർ തൃത്തല്ലൂർ സ്വദേശിയായ അദ്ദേഹം മുതിർന്നപ്പോൾ അഭിനയം പഠിക്കുവാൻ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. 1ാം റാങ്കോടെയാണ് അവിടെ നിന്നും ബിരുദം നേടിയത്. തുടർന്ന് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിവിഷൻ കോഴ്സും പഠിച്ചു. ആ പഠനശേഷം നാട്ടിലെത്തിയപ്പോഴാണ് സന്ധ്യയെ ആദ്യമായി കാണുന്നത്. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയായിരുന്നു സന്ധ്യ. ഒറ്റ നോട്ടത്തിൽ തന്നെ രാജേന്ദ്രന്റെ മനസ്സ് കീഴടക്കുകയായിരുന്നു ആ പെൺകുട്ടി. എന്നാൽ അദ്ദേഹം അത് മുഖത്തു കാണിച്ചില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് സുവോളജി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഹോം സയൻസ് ആയിരുന്നു സന്ധ്യയ്ക്ക് കിട്ടിയത്. ആ വിഷയത്തിൽ ഒട്ടും താല്പര്യം തോന്നാതിരുന്നപ്പോഴാണ് അവിചാരിതമായി തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് സന്ധ്യ എത്തിയതും. അതൊരു നിമിത്തമായി മാറുകയായിരുന്നു. ഇത് സന്ധ്യ ഒ മാധവന്റെ മകളാണ് എന്ന് പറഞ്ഞ് സന്ധ്യയെ പരിചയപ്പെടുത്തിയപ്പോൾ പരമപുച്ഛമായിരുന്നു രാജേന്ദ്രന്റെ മുഖത്ത്. അയാൾ എന്തു മനുഷ്യനാണ്, എന്തിനാണ് നമ്മളോട് ഇത്ര പുച്ഛം എന്ന് സന്ധ്യ കൂട്ടുകാരി ഗീതയോട് പറയുകയും ചെയ്തു. തുടർന്ന് ക്ലാസ് കഴിഞ്ഞ് ബസ് കയറിയപ്പോൾ രാജേന്ദ്രനും ബസ്സിലുണ്ട്. രാജേന്ദ്രൻ നോക്കുന്നത് കണ്ട് മൈൻഡ് ചെയ്യേണ്ട എന്ന് കൂട്ടുകാരിയോട് ചട്ടം കെട്ടുകയും ചെയ്തു സന്ധ്യ. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് സന്ധ്യയ്ക്ക് ഒരു കത്ത് വന്നത്. ആകെ 3 വരിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്വന്തം ലെറ്റർ പാഡിലാണ് കത്ത്. അന്ന് സ്വന്തം ലെറ്റർ പാഡുള്ളതൊക്കെ വലിയ കാര്യമാണ്. സിനിമാ നടി ശോഭ മരിച്ചതിന് ശേഷം മലയാള സിനിമ കാത്തിരിക്കുകയാണ് നല്ലൊരു നായികയെ. നിങ്ങളിലത് ഞാൻ കാണുന്നു. നിങ്ങളുടെ കണ്ണുകൾ മനോഹരമാണ്. അതായിരുന്നു കത്തിലെ വാചകം. അവസാനം ഒരു നിർദ്ദേശവും: പുരികം അധികം പ്ലക്ക് ചെയ്യരുത്. അവസാനത്തെ ആ വരി കൂടി വായിച്ചപ്പോൾ കണ്ണുകൾ മനോഹരമാണെന്ന് പറഞ്ഞതിൻ്റെ എഫക്റ്റ് പോയി. ഡൽഹിയിൽ പോയി നാടകം പഠിച്ചയാൾ, സിനിമയിലെ നായകൻ, സുമുഖൻ എന്നീ നിലകളിൽ രാജേന്ദ്രനോട് സന്ധ്യയ്ക്കും ആരാധന തോന്നിയിരുന്നുവെങ്കിലും കത്തിലെ അവസാന വരികൾ കാരണം സന്ധ്യ മറുപടി അയച്ചില്ല. ആളൊരു മറുപടി അർഹിക്കുന്നില്ല എന്ന് തോന്നി. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി വീട്ടിൽ വന്നപ്പോൾ റഷ്യയിൽ ഉപരിപഠനത്തിന് പോകണമെന്നായിരുന്നു സന്ധ്യയുടെ ആഗ്രഹം. സോവിയറ്റ് കൾച്ചറൽ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ 5 വർഷമാണ് കോഴ്സ്. അതിൽ 2 വർഷം റഷ്യൻ ഭാഷ പഠിക്കാനും 3 വർഷം പോസ്റ്റ് ഗ്രാജുവേഷനും. അത്രയും വർഷം പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും കല്യാണം കഴിക്കാനുള്ള പ്രായം കൂടിപ്പോകുമോ എന്നായിരുന്നു അച്ഛന് ആശങ്ക. അങ്ങനെ വിവാഹം കഴിഞ്ഞ് പോകുവാൻ തീരുമാനിച്ചു. വിവാഹാലോചനകൾ തുടങ്ങി. അങ്ങനെ ഒരു നാൾ പഴയ പുസ്തകങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കുന്നതിനിടയിലാണ് രാജേന്ദ്രൻ്റെ ആ പഴയ കത്ത് വീണ്ടും കണ്ണിലുടക്കിയത്. അന്ന് നീരസമാണ് തോന്നിയതെങ്കിലും വർഷങ്ങൾക്കിപ്പുറം ആ കത്തുകൾ വായിച്ചപ്പോൾ മനസ്സിൽ ചിരിയാണ് പൊട്ടിയത്. ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ ഈ കത്ത് വീണ്ടും കയ്യിലുടക്കിയത് എന്തോ ഒരു നിയോഗം പോലെയാണ് തോന്നിയത്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം മറുപടി എഴുതി. പഠനം കഴിഞ്ഞ് വീട്ടിലെത്തി കല്യാണാലോചനകളുമായി നിൽക്കുകയാണ്. കത്ത് കിട്ടേണ്ട താമസം മറുപടിയും വന്നു. നാടകം പഠിച്ചയാളെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ആ ബന്ധത്തിന് പ്രശ്നമില്ലായിരുന്നു. വീട്ടുകാരൊക്കെ ചേർന്ന് തന്നെ വിവാഹം നടത്തി. പക്ഷേ റഷ്യയിലേക്കുള്ള യാത്ര മാത്രം നടന്നില്ല. ആ സമയത്താണ് കല്യാണത്തിന് മുൻപേ എഴുതിയ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത്. ദൂരദർശനിൽ ജോലി കിട്ടി. പിന്നീട് ഗർഭിണിയായി. തിരുവനന്തപുരത്ത് പോയി വരുന്നത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ദൂരദർശനിലെ ജോലി ഉപേക്ഷിക്കുകയും അച്ഛന് സുഖമില്ലാതെയായപ്പോൾ നാടക ട്രൂപ്പ് രാജേന്ദ്രനും സന്ധ്യയും ഏറ്റെടുക്കുകയുമായിരുന്നു. ഒപ്പം ടെലിവിഷൻ പ്രോഗ്രാമുകളിലേക്കും ശ്രദ്ധ തിരിച്ചു. പിന്നാലെ ഏകമകൻ ദിവ്യദർശനും സിനിമയിലെത്തി. അശ്വതിയാണ് മരുമകൾ. പേരക്കുട്ടി ദയ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.